മുംബൈ അങ്ങനെ അവരുടെ തിരിച്ചറിവ് വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തിയിരിക്കുകയാണ്. 99 റൺസിനാണ് GTനെ അവർ അഹമ്മദാബാദിൽ ഇന്നലെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കാര്യമായിട്ട് ഫോം ആവാത്ത തിലക് നല്ല രീതിയിൽ അടിച്ചടിച്ചിട്ട് ഒരു സെഞ്ചുറി അടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നിരുന്നാലും കളിയിലെ വഴിത്തിരിവായിട്ട് നടന്നത് അത് ആ സെക്കൻഡ് ഇന്നിങ്സിലെ ഫസ്റ്റ് ബോളിൽ തന്നെയായിരുന്നു. ബുംറ വിക്കറ്റ് എടുത്തപ്പോൾ മുംബൈക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് കളിയിലുടനീളം നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു വിക്കറ്റോട് തന്നെ ടീമിൻ്റെ മൊത്തം പെർഫോമൻസിനും കോൺഫിഡൻസിനും എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ബോളിങ്ങിലാണെങ്കിൽ ആ ഒരു ആക്യുറസി കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ചേഞ്ചുകൾ കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ടാലൻറ്റഡ് പ്ലെയേഴ്സ് അവരുടെയിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയായിരുന്നു മുംബൈക്ക് ഇതുവരെ ആ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രകടനം അവർക്ക് പുറത്തെടുക്കാൻ പറ്റാത്തതിന് മെയിൻ കാരണം. പക്ഷേ ഇന്നത്തെ കളിയിലേക്ക് അത് തിരിച്ചു വരുന്ന കണ്ടു. ആ ബുംറയ്ക്ക് വിക്കറ്റ് എടുത്തോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബുംറ തിളങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടീം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടതും. ആ ഒരു തുടക്കത്തിൽ തന്നെ ആ ഒരു ബൂസ്റ്റ് കിട്ടി. ഇന്നലെ ഹാർദിക് പാണ്ഡ്യയൊക്കെ എന്താണ് ചെയ്തത്, വളരെ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു ഇന്നലെ ഹാർദിക് പാണ്ഡ്യ. അതായത് ബോളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിൽ ക്രീസിൽ വന്നപ്പോഴാണെങ്കിൽ പോലും മുംബൈ ഇന്ന് ടോസ് നഷ്ടപ്പെട്ടൊരു ബാറ്റിങ്ങിനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു തുടക്കത്തിൽ കഴിഞ്ഞ കളിയിൽ അടിച്ചടിച്ച ഡിക്കോക്കിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ നഷ്ടമാവുന്നുണ്ട്. റബാഡ ആണെങ്കിലും സിറാജ് ആണെങ്കിലും കിഡിലെ സ്പെല്ലാണ് തുടക്കത്തിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. റബാഡ ഒരു സൈഡിൽ വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സൈഡിൽ ടൈറ്റ് ആക്കാനായിട്ട് സിറാജിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ അടിച്ചടിക്കുന്ന ഡിക്കോക്കിൻ്റെ വിക്കറ്റും അതുപോലെ തന്നെ ഡാനിഷ് മലയവറിൻ്റെ വിക്കറ്റും, അതായത് രോഹിത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡാനിഷ് മലയവർ ആയിരുന്നു ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡാനിഷ് മലയവറിൻ്റെ വിക്കറ്റും എടുക്കാനായിട്ട് റബാഡയ്ക്ക് പറ്റി. അതിനുശേഷം വന്ന് സൂര്യകുമാറും ഒന്ന് അടിച്ചു തുടങ്ങിയിട്ടൊന്ന് ഫോം കണ്ടെത്തുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റബാഡയുടെ ബോളിൽ കുറ്റിത്തെറിച്ച് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ പവർ പ്ലേയുടെ ഉള്ളിൽ തന്നെ അവർക്ക് 3 വിക്കറ്റോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം തിലകാണെങ്കിലും നമന്തിർ കഴിഞ്ഞ കളിയിലും നന്നായി കളിക്കുന്നുണ്ടാണ്. അപ്പോൾ ഈ കളിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 45 റൺസ് എടുത്തിട്ട് ആ ഒന്ന് ഇന്നിങ്സിനെ സ്റ്റഡി ആക്കാനായിട്ട് നമന്തിറിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല തിലകനാണെങ്കിലും തുടക്കത്തിൽ നല്ല രീതിയിൽ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബോളുകൾ കുറച്ച് കൺസീഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമന്തിറിൻ്റെ ഇന്നിങ്സ് ആയിരുന്നു. അങ്ങനെ സ്കോർ 96 നിൽക്കുമ്പോഴായിരുന്നു നമന്തിറിൻ്റെ വിക്കറ്റ് പോകണം. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയാണ് പിന്നീട് ക്രീസിലെത്തിയത്. അങ്ങനെ അവരുടെ സ്കോർ 14 ഓവറിൽ ഒരു 106 റൺസ് വരെ എത്തി അങ്ങനെ നിൽക്കായിരുന്നു. ആ ഒരു സ്റ്റേജിലാണ് അവർ ടൈം ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടൈം ഔട്ടിൻ്റെ ഇൻ്റർവെല്ലിൽ ഹാർദിക് എന്തൊക്കെയോ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു തിലകിന്. എന്താണോ അത് ചീത്ത വിളിച്ചാണോ എന്ത് തരം മോട്ടിവേഷൻ ആണോ എന്നറിയില്ല. അടുത്ത ഓവർ എറിയാൻ വന്ന പ്രസീദ് കൃഷ്ണനെ 19 റൺസ് ആ ഓവറിൽ അടിച്ചുകൊണ്ട് തിലക് പിന്നീട് അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഓവർ വരെ 22 ബോളിൽ 19 റൺസും എടുക്കാനായിട്ട് മാത്രമാണ് തിലകിന് പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷമുള്ള 23 ബോളിൽ 82 റൺസാണ് തിലക് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഓരോ ബോളിലും ഒരു 4 അല്ലെങ്കിൽ 6 എന്നുള്ള രീതിയിൽ തിലകിന് അടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് അവസാനത്തെ 6 ഓവറിൽ 93 റൺസ് അടിക്കാനായിട്ട് പറ്റിയത്. അതിൽ 82 പിറന്നിട്ടുണ്ടായിരുന്നത് തിലകിൻ്റെ ബാറ്റിൽ നിന്ന് തന്നെയായിരുന്നു. ഹാർദിക് പാണ്ഡ്യ നല്ല സപ്പോർട്ടാണ് കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പുറത്തെ ഭാഗത്ത് വിക്കറ്റ് കളയാണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിലകിന് ഒരു സൈഡിൽ നിന്ന് അടിക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ 199 റൺസ് അവർക്ക് 20 ഓവറിൽ അടിക്കാനായിട്ട് പറ്റി. 200 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് GTക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. GTനെ ഞെട്ടിപ്പിക്കുന്ന സ്റ്റാർട്ടാണ് ബുംറ അവർക്ക് കൊടുത്തത്. ഫസ്റ്റ് ബോളിൽ തന്നെ, അതായത് 5 കളികളിൽ വിക്കറ്റ് എടുക്കാൻ പറ്റാതിരുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ആ ഫസ്റ്റ് ബോളിൽ ബുംറ തീർക്കുന്നുണ്ട്. സായി സുദർശൻ്റെ വിക്കറ്റ് അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ സ്കോർ ബോർഡ് തുറക്കുന്നതിന് മുന്നേ തന്നെ GTയുടെ ഫസ്റ്റ് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. നമുക്കറിയാം GTയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ തന്നെയാണ്. അതായത് സായി സുദർശനും ഗില്ലും ബട്ട്ലറും അടങ്ങുന്ന ടോപ്പ് ഓർഡർ തന്നെയാണ് അവരുടെ ആ ഒരു ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലോവർ ഓർഡർ ആണെങ്കിലും മിഡിൽ ഓർഡർ ആണെന്നുണ്ടെങ്കിലും തകർന്ന് വീഴുന്നുള്ളത് എല്ലാ കളികളിലും അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കളിയിൽ മുംബൈ എക്സാക്ട്ലി അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ടോപ്പ് ഓർഡറിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റി. സായി സുദർശൻ്റെ വിക്കറ്റ് ബുംറ എടുത്തു. അതുപോലെ തന്നെ ബട്ട്ലറിൻ്റെ വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ എടുത്തു. അശ്വിനി കുമാറാണ് ഗില്ലിൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തുടക്കത്തിൽ തന്നെ അങ്ങനെ വിക്കറ്റ് പോയപ്പോൾ അവർക്കും പവർ പ്ലേയിൽ 3 വിക്കറ്റോളം നഷ്ടപ്പെട്ടു. പിന്നീട് അവർക്കൊരു തിരിച്ചറിവ് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. വാഷിങ്ടൺ സുന്ദർ ഒരു സൈഡിൽ നിന്നിട്ട് കുറച്ച് അടിക്കാനായിട്ട് നോക്കിയ ആ സുന്ദറിൻ്റെ 26 റൺസ് മാത്രമാണ് GT നിരയിലെ ഏറ്റവും ടോപ്പ് സ്കോർ. അപ്പോൾ സുന്ദർ ഒന്ന് അടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ബോളിംഗ് ചേഞ്ച് കൊണ്ടുവന്നിട്ട് സാന്നർ സുന്ദറിനെ മടക്കാണ് ചെയ്തത്. നല്ല കിടിലിന് ഒരു ക്യാച്ച് എടുത്തിട്ടാണ് നമന്തിർ വാഷിങ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ കളിയിൽ പഞ്ചാബിനായിട്ടുള്ള കളിയിൽ ഈ ഫീൽഡിൽ കോൺഫിഡൻസ് ഇല്ലാതെ കുറേ ക്യാച്ചുകൾ വിട്ട് കളയുന്നുണ്ട്. അപ്പോൾ നമന്തിർ ഈ ക്യാച്ച് മാത്രമല്ല മറ്റു ക്യാച്ചുകളായാലും നല്ല കോൺഫിഡൻസോടെ എടുക്കുന്ന നമ്മൾ ഈ ഒരു കളിയിൽ കണ്ടു. മുംബൈക്ക് അങ്ങനെ അവരുടെ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിനാണെങ്കിൽ അവർക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ടോപ്പ് ഓർഡർ അല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് അവരുടെ ടീമിൽ പറ്റുന്നില്ല. അപ്പോൾ അതിനോട് ഒതുങ്ങുന്ന ഒരു ബാറ്റിംഗ് നിര അവർക്ക് കണ്ടുപിടിക്കണം. ഇതൊരു ഒരു ചേഞ്ച് ഒന്നും ഇല്ലാതെയാണ് ഇറങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു വിജയം കണ്ടെത്താനായിട്ട് അവരുടെ പ്ലേയിങ് ലെവലിൽ നിന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തായാലും അവർക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുംബൈക്ക് ഇനി എന്തായാലും ഈ ഒരു മൊമെൻറ്റം തുടർന്നുകൊണ്ട് അടുത്ത കളികളിലും വിജയിച്ചേ പറ്റുള്ളൂ. അടുത്തിനി അവർക്ക് ചെന്നൈ ആയിട്ടാണ് കളി വരുന്നത്. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും.